എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 11-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്നും സഹകരണ ബാങ്കുകളെ പൂർണ്ണമായും ഒഴിവാക്കാനാണ് സർക്കാർ നീങ്ങുന്നത്. സഹകരണ സംഘങ്ങളെ പൂർണ്ണമായും മാറ്റി നിർത്തി കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും ബാങ്കുകളിൽ എത്താൻ പ്രയാസമുള്ളവർക്കും ഗുരുതര രോഗബാധിതർക്കും വീടുകളിൽ പെൻഷൻ നേരിട്ട് എത്തിക്കാൻ തപാൽ വകുപ്പിന്റെ സേവനം തേടുകയാണ് ധനവകുപ്പ്. തുക മണിയോർഡറായി വീടുകളിൽ എത്തിക്കുന്നതിനുള്ള സാധ്യതയാണ് നിലവിൽ തപാൽ വകുപ്പുമായി സർക്കാർ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് പെൻഷൻ വിതരണത്തിൽ നിന്നും സഹകരണ ബാങ്കുകളെ ഒഴിവാക്കിക്കൊണ്ട് ധനവകുപ്പ് ഉത്തരവിറക്കിയിരുന്നത്. അപ്പോഴും കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ എത്തിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അത് പോസ്റ്റ് ഓഫീസിലൂടെ മണി ഓർഡറായി എത്തിക്കാനാണ് പുതിയ നീക്കം എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിവരങ്ങൾ. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ, ഓണപ്പെൻഷൻ വിതരണം തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് പ്രഖ്യാപനം വരികയും 15-16 ദിവസങ്ങളിൽ വിതരണം ആരംഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വിവരം. 26-ാം തീയതി ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കയ്യിലേക്കും മുഴുവൻ ആളുകൾക്കും ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ്. EMI എടുത്ത് സ്മാർട്ട് ഫോൺ ഉൾപ്പെടെയുള്ള ഗാഡ്ജറ്റുകൾ വാങ്ങുകയും പിന്നീട് തിരിച്ചടവ് മുടങ്ങുന്ന സമയത്ത് വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനത്തിനോ കമ്പനിക്കോ ആ പണം ഉപയോഗിച്ച് വാങ്ങിയിട്ടുള്ള ഗാഡ്ജറ്റ് ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം വരുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇതിന് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുത്തിയിട്ടുള്ളത്. ലോൺ എടുത്ത് തിരിച്ചടവ് മുടങ്ങിയാൽ സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, കമ്പ്യൂട്ടറുകൾ എന്നിവ ലോക്ക് ചെയ്യുന്നതിന് റിസർവ് ബാങ്കിന്റെ ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തേത്, EMI മുടങ്ങിയാൽ ഉടൻ തന്നെ ഉപകരണം റിമോട്ടായി നിയന്ത്രിക്കാൻ വായ്പ നൽകുന്ന ആൾക്ക് കഴിയില്ല. 30 ദിവസമെങ്കിലും കുടിശ്ശിക വന്നാൽ മാത്രമേ അത് സാധിക്കൂ. ഒറ്റയടിക്ക് ഉപകരണം പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കാൻ പാടില്ല. പകരം ഘട്ടം ഘട്ടമായി വേണം അത് ചെയ്യാൻ. വായ്പ 60 ദിവസത്തോളം കുടിശ്ശികയായാൽ മാത്രമേ ഉപകരണം പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധിക്കൂ എന്നുള്ളതാണ് RBIയുടെ പുതിയ നിർദ്ദേശം. ഇത് മാത്രമല്ല, ഡിവൈസ് പൂർണ്ണമായിട്ടും ലോക്ക് ചെയ്യുന്നത് ഒഴിവാക്കണം. ചില അവശ്യ സേവനങ്ങൾ വായ്പയെടുത്തവർക്ക് ലഭ്യമാക്കണം. ഇൻകമിംഗ് ഫോൺ കോൾ, SMS സേവനങ്ങൾ, SOS ഫംഗ്ഷനുകൾ, ജോലിയും തൊഴിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഫീച്ചറുകൾ എന്നിവ നിർബന്ധമായും പ്രവർത്തിച്ചിരിക്കണം എന്നുള്ളതാണ് RBIയുടെ നിർദ്ദേശം. മാത്രമല്ല, വായ്പക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ ലഭ്യമാക്കാനോ ദുരുപയോഗം ചെയ്യാനോ വായ്പ നൽകുന്നവരെ അനുവദിക്കരുത് എന്നും RBI നിർദ്ദേശത്തിലുണ്ട്. കോണ്ടാക്ട് ലിസ്റ്റുകൾ, ഫോട്ടോകൾ, വീഡിയോകൾ, SMS സന്ദേശങ്ങൾ, കോൾ ലോഗുകൾ, ലൊക്കേഷൻ ഹിസ്റ്ററി, വായ്പ വീണ്ടെടുക്കലുമായി ബന്ധമില്ലാത്ത വ്യക്തിഗത ഡേറ്റ എന്നിവ ഒരു കാരണവശാലും വായ്പ നൽകിയവർക്ക് ലഭിക്കാൻ പാടില്ല. എന്തെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് വായ്പ എടുത്തവർക്ക് വിവരം നൽകണം. EMI മുടങ്ങിയാൽ ഡിവൈസ് റിമോട്ടായി നിയന്ത്രിക്കപ്പെടാനുള്ള സാധ്യത വായ്പ അനുവദിക്കുന്ന സമയത്ത് തന്നെ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കണം. വിദൂര നിയന്ത്രണത്തെ നിബന്ധനകൾ നീണ്ട വായ്പ കരാറുകളിൽ മറഞ്ഞിരിക്കരുത്. സുതാര്യവും വ്യക്തവുമായിരിക്കണം. പണമടച്ചതിന് ശേഷം ഡിവൈസ് അൺലോക്ക് ചെയ്യാനുള്ള കർശന സമയപരിധി RBI നിശ്ചയിച്ചു. പണമടച്ചതിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഡിവൈസ് അൺലോക്ക് ചെയ്യണമെന്നാണ് നിർദ്ദേശം. അത് കഴിഞ്ഞില്ല എങ്കിൽ അവർ നഷ്ടപരിഹാരം നൽകേണ്ടി വരും. ഓരോ മണിക്കൂറിനും 250 രൂപ വീതം നഷ്ടപരിഹാരം ഫോൺ എടുത്ത അല്ലെങ്കിൽ ഡിവൈസ് എടുത്ത ആളുകൾക്ക് നൽകേണ്ടി വരും. അടുത്ത അറിയിപ്പ്, ലൈസൻസ് നേരത്തെ പുതുക്കുന്നവർക്കും പുതുക്കാൻ മറന്നുപോയവർക്കും സന്തോഷ വാർത്ത. പ്രധാനപ്പെട്ട 2 മോട്ടോർ വാഹന ഭേദഗതി നിലവിൽ ഓഗസ്റ്റ് 15 മുതൽ വരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളാണ് പുതുതായി നടപ്പിലാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജൻ വിശ്വാസ് ആക്ടിന്റെ ഭാഗമായിട്ടാണ് പുതിയ നടപടി. 1988 മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി കഴിഞ്ഞ് 30 ദിവസം ഗ്രേഡ് പീരീഡ് എന്ന സംവിധാനം ഉണ്ടായിരുന്നു. പിന്നീട് 2019 ഭേദഗതി ആ ഗ്രേഡ് പീരീഡ് എടുത്തു കളഞ്ഞു.
തന്മൂലം ലൈസൻസ് കാലാവധി കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ ലൈസൻസിന് സാധുത ഇല്ലാതിരുന്നത് മുൻകൂട്ടി പുതുക്കാൻ മറന്നുപോയ പലരെയും ബുദ്ധിമുട്ടിച്ചിരുന്നു. എന്നാൽ ഓഗസ്റ്റ് 15 വരുന്ന പുതിയ ഭേദഗതി 1988 ഗ്രേഡ് പീരീഡ് സംവിധാനം തിരിച്ചു വരികയാണ്. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി തീർന്നാലും 30 ദിവസം വരെ ലൈസൻസ് വാലിഡിറ്റി ഉണ്ടായിരിക്കും. ലൈസൻസ് പുതുക്കാൻ മറക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. രണ്ടാമത്തെ ഭേദഗതി, നിലവിലെ ലൈസൻസ് കാലാവധി പീരീഡ് 1 വർഷം മുമ്പ് വരെ ഫീസ് അടച്ച് പുതുക്കാം. എങ്കിലും പുതുക്കിയ തീയതി മുതലായിരിക്കും പ്രാബല്യം വന്നിരുന്നത്. എന്നാൽ മുൻകൂട്ടി പുതുക്കുന്നവർക്ക് അത്രയും കാലയളവ് നഷ്ടമാകുന്ന അവസ്ഥ ഇനി ഉണ്ടാകില്ല. ഇത് ഒഴിവാക്കുന്നതിന് ലൈസൻസ് കാലാവധി തീരുന്ന തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിലാണ് ഓഗസ്റ്റ് 15 മുതൽ നടപ്പിലാക്കുന്നത്. ഇത് മുൻകൂട്ടി ലൈസൻസ് പുതുക്കുന്നവർക്ക് ഈ 15-ാം തീയതിക്കുള്ളിൽ ഗ്യാസ് KYC ചെയ്യാത്തവർക്ക് ഗ്യാസ് ലഭിക്കില്ല, ബുക്കിംഗ് സ്വീകരിക്കില്ല എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഗ്യാസ് KYC ചെയ്യാത്ത ആളുകൾ ഉടനെ അത് ചെയ്യണം. 2022 കേന്ദ്ര ഗവൺമെന്റ് എല്ലാ ആളുകളും, എല്ലാ ഗ്യാസ് കണക്ഷൻ ഉപഭോക്താക്കളും KYC ചെയ്യണം എന്ന് പറഞ്ഞത്. പക്ഷെ അത് നിർബന്ധമാക്കിയിരുന്നില്ല. ഇപ്പോഴാണ് ഈ ഒരു നിർബന്ധ അവസ്ഥ വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ഗ്യാസ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഈ ഒരു ഗ്യാസ് KYC നിർബന്ധമാക്കിയത്. ആദ്യം ജൂലൈ 31 എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ ഓഗസ്റ്റ് 15 എന്ന് പറയുന്നു. ചിലപ്പോൾ നീട്ടിയേക്കാം, ഇല്ല എങ്കിൽ അത് വലിയ പ്രയാസമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ KYC നടപടികൾ എല്ലാവരും പൂർത്തീകരിക്കണം. ആരുടെ പേരിലാണോ കണക്ഷൻ ഉള്ളത് അവരുടെ പേരിൽ തന്നെയാണ് അവരാണ് KYC നടപടി പൂർത്തീകരിക്കേണ്ടത്. ആ കണക്ഷൻ പേരിലുള്ള ആൾ നാട്ടിലില്ലെങ്കിലോ മരണപ്പെട്ടിട്ടുണ്ടോ എങ്കിലോ ഈ റേഷൻ കാർഡിലെ മുതിർന്ന അംഗത്തിന്റെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ മാറ്റുകയും KYC അവരുടെ പേരിൽ പൂർത്തീകരിക്കുകയും വേണ്ടതാണ്. KYC മാത്രമല്ല, ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്ന ബുക്ക് ചെയ്യുന്ന നമ്പർ ഈ കണക്ഷൻ മാറ്റുന്ന സമയത്ത് ആ പുതിയ ആളുടെ പേരിലുള്ള ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗ്യാസ് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഗ്യാസ് ബുക്കിംഗ് 2 ദിവസം കഴിഞ്ഞ് ഗ്യാസ് കിട്ടിയിട്ടില്ല എങ്കിൽ ബുക്കിംഗ് റദ്ദാവുന്നു എന്നുള്ള ഒരു പ്രതിസന്ധിയുണ്ട്. നമ്മൾ ഗ്യാസ് കണക്ഷൻ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചോ ബുക്ക് ചെയ്തതിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ ഡെലിവറി നടക്കാത്തവർക്കാണ് ഗ്യാസ് ബുക്കിംഗ് ക്യാൻസലായി പോകുന്നത്. അങ്ങനെ ക്യാൻസൽ ആകുമ്പോൾ പിന്നീട് അവർക്ക് ഗ്യാസ് സിലിണ്ടറുകൾ റീഫില്ല് ചെയ്ത് വീടുകളിൽ എത്തിക്കുന്നില്ല എന്ന പരാതിയുണ്ട്. നിലവിലെ പ്രളയ പശ്ചാത്തലത്തിലൊക്കെ വെള്ളം കയറിയ ജില്ലകളിലെല്ലാം ഗ്യാസ് വിതരണം ബുക്ക് ചെയ്തതിന് ശേഷം 2, 3 അല്ലെങ്കിൽ 4 ദിവസം എടുത്താണ് നടക്കുന്നത്. അപ്പോൾ ആദ്യം ബുക്ക് ചെയ്ത ആളുകളുടെ ബുക്കിംഗ് ക്യാൻസൽ ആകുന്ന ഒരു സ്ഥിതിയുണ്ട്. നിലവിലെ അവസ്ഥ ഗ്യാസ് ബുക്കിങ്ങിന് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ 40 ദിവസവും നഗരപ്രദേശങ്ങളിൽ 25 ദിവസവുമാണത്. അതിനുശേഷം മാത്രമാണ് ഈ ഒരു ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. KYC ചെയ്യാത്തവർ അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഗ്യാസ് സിലിണ്ടറുകൾ ഈ ഒരു പ്രതിസന്ധി സമയത്ത് അധിക വില ഈടാക്കുന്നു എന്ന ഒരു പരാതിയുണ്ട്. അങ്ങനെ ഒരു പരാതി ഉണ്ട് എങ്കിൽ എല്ലാ ജില്ലകളിലും പരാതി പരിഹാര സെല്ല് ഇപ്പോൾ നിലവിലുണ്ട്. അതിന് പ്രത്യേക നമ്പറും ഉണ്ട്. ആ നമ്പറാണ് ഇനി പറയുന്നത്. അപ്പോൾ ഈ നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കാവുന്നതാണ്. ഗ്യാസ് സിലിണ്ടറുകൾ വിതരണം ഗ്യാസ് ഏജൻസി ഓഫീസിൽ നിന്നും 5 കിലോമീറ്റർ ചുറ്റളവിൽ സൗജന്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് 10 രൂപ, 20 രൂപ അല്ലെങ്കിൽ 30 രൂപ അങ്ങനെയൊക്കെ ഓരോ 5 കിലോമീറ്ററിനും വെച്ച് കൂടുന്നത്. ഏജൻസിയിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്കുള്ള ദൂരം നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾ പണം നൽകണമോ എങ്കിൽ അത് നൽകുക, ഇല്ല എങ്കിൽ അത് നൽകേണ്ടതില്ല. ഗ്യാസ് വാങ്ങുന്ന സമയത്ത് ബുക്ക് ചെയ്ത് മാത്രം വാങ്ങുകയും അതുപോലെ തന്നെ ബില്ല് ചോദിച്ച് വാങ്ങുകയും ചെയ്യുക. ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തുക മാത്രം നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഗൂഗിൾ പേ, ഫോൺ പേ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആപ്പ് ഉപയോഗിച്ച് ബില്ലടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ അതിലുണ്ട്. അത് ഉപയോഗിക്കുകയാണ് എങ്കിൽ കൃത്യമായിട്ട് ഗ്യാസിന് എത്ര രൂപയാണോ അത് മാത്രം നൽകിയാൽ മതി. പല ജില്ലകളിലും ചെറിയ വ്യത്യാസങ്ങൾ ഗ്യാസ് വിലയിൽ തന്നെയുണ്ട്. അത് ട്രാൻസ്പോർട്ടേഷൻ ചാർജിന്റെ ഒരു വ്യത്യാസമാണ്. കൊച്ചിയിൽ കുറവായിരിക്കും, അതുപോലെ ആയിരിക്കില്ല കോഴിക്കോടും മലപ്പുറത്തൊക്കെ ഉണ്ടാകുക. അപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.